തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ UDF സ്ഥാനാർത്ഥിയാകും. ഉദുമയിൽ DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ മത്സരിക്കും. കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചു. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, അങ്ങനെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ഉറപ്പിച്ചിരിക്കുകയാണോ? അതെ, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അദ്ദേഹത്തിൻ്റെ പേര് ഒറ്റപ്പേരായിട്ട് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഇടപെടലാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രഖ്യാപന സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയായിരുന്നു ഇതിൽ അവസാന നിമിഷം വരെ ഒറ്റപ്പേരുകാരനായിട്ട് ഉദുമയിലുണ്ടായിരുന്നത്. ബാലകൃഷ്ണൻ പെരിയെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാം. സന്ദീപ് വാര്യരെ വെച്ച് തന്നെ അത്തരമൊരു വലിയൊരു മത്സരത്തിലേക്ക് ഉണ്ണിത്താൻ തൃക്കരിപ്പൂരിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഏതാണ് തൃക്കരിപ്പൂരിനെ കുറിച്ചുള്ള ചോദ്യത്തിന് തൃക്കരിപ്പൂരിലെ ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ്. ഒരിക്കലും സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലെ മലബാറിലേക്ക് മത്സരിക്കാൻ വരുമെന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലേക്ക് മത്സരിക്കാൻ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ അത്തരമൊരു പേരാണ് വെച്ച് തൃക്കരിപ്പൂരിൽ അത് വല്ലാത്ത ഒരു നീക്കം തന്നെ, സർപ്രൈസ് നീക്കം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ പിന്നിൽ കാസർഗോഡ് MP കരങ്ങളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ, സമ്മർദ്ദമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ബാലകൃഷ്ണ പെരിയക്ക് സീറ്റില്ല ഉദുമയിൽ എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയിയുടെ ഒറ്റപ്പേരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയിരിക്കുന്നത്. അവിടെ ലിജുവിന് സീറ്റില്ല എന്ന് തന്നെയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഒഴിഞ്ഞു തന്ന K. ബാബുവിൻ്റെ നോമിനി നാമനിർദ്ദേശം സ്വീകരിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവ് KPCC അധ്യക്ഷൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ വിശദീകരണം. ഏതായാലും വളരെ വലിയ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുമ്പാകെയുള്ള കോർ കമ്മിറ്റി യോഗം നടക്കുന്ന അവസാന മിനുക്കുപണികൾ നടത്തുകയാണ്. അതിനുവേണ്ടിയുള്ള യോഗമാണ് ഇപ്പോൾ ഇന്ദിരാഭവനിൽ ചേരുന്നത്. ഇന്ദിരാഭവനിൽ ചേരുന്ന യോഗത്തിൽ KC വേണുഗോപാലിന് പുറമെ ദീപാദാസ് മുൻഷിയും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സണ്ണി ജോസഫുണ്ട്, പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഷാഫി പറമ്പിലും മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും അതുപോലെ രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് തിരിച്ചുപോയി. ഇന്ന് പുലർച്ചെയാണ് ഇരുവരും തിരിച്ചുപോയത്. ഏതായാലും ഒരു തൃക്കരിപ്പൂരിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയുമായി കോൺഗ്രസ് സന്ദീപ് വാര്യർ എന്ന മുൻ BJP നേതാവും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു വക്താവുമായി ജനറൽ സെക്രട്ടറിയുമായി മാറിയ സന്ദീപ് വാര്യർ മത്സരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം. ശരത് ലാൽ, അതുപോലെ തന്നെ ഉദുമയിൽ DCC വൈസ് പ്രസിഡന്റ് കൂടെ മത്സരിക്കുമെന്നുള്ള വിവരം കൂടെ ലഭിക്കുന്നുണ്ടല്ലേ? അതെ, പ്രദീപ് കുമാർ BB ഉദുമയിൽ മത്സരിക്കുന്നത്. അതും വളരെ സർപ്രൈസാണ്. കാരണം വളരെ സമ്മർദ്ദമുള്ളൊരു സീറ്റാണ്. നിരവധി 12 പേര് പാനലുള്ളൊരു സീറ്റ് എന്ന് വേണം. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഉദുമയിൽ വിജയം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു. കാസർഗോഡ് കരുത്തനായ പാർട്ടിയിൽ കരുത്തനാണ് എന്നാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒറ്റപ്പേരായി CECക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഇടുക്കിയിൽ റോയ് കെ പാലോസിന്റെ പേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് നേരത്തെ ശുപാർശ ചെയ്തത്. അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്കും ശുപാർശ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പീരുമേട് സിറിയക് തോമസിന്റെ ഒറ്റ പേരായിട്ടാണ് പീരുമേടിൽ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പീരുമേടിലും മറ്റൊരു പേര് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുമ്പിലില്ല എന്നതാണ് വാസ്തവം.